Good morning, students. Next, we have to discuss the journals on corporation. Corporation journals ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൽ കോപ്പറേറ്റീവ് ജേണൽസ് പബ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Then, as part of globalizing cooperative movement, journals on cooperation are playing a vital role. The cooperators are able to understand what thing is going on and diagnose the problem and cooperation of cooperative institution. ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് അറിയാം ഡിഫറെൻറ്റ് കൺട്രീസൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ആണ് എന്ത് ചെയ്യുന്നത് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് രാജ്യങ്ങളിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ച് പഠിക്കലും അതിനെക്കുറിച്ച് അറിയലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ ഡിഫറെൻറ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള പ്രോബ്ലംസൊക്കെ ഡയഗ്നോസ് ചെയ്യാനും അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമ്മളുടേത് പ്ലാൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് ജേണൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദ ജേണൽസ് നോർമലി ഡിസ്ക്രൈബ് ദ കോപ്പറേറ്റീവ് സെക്ടേഴ്സ് ഇൻ വാരിയസ് കൺട്രീസ് ആൻഡ് ട്രൈ ടു അപ്ഡേറ്റ് ദ ഡാറ്റ ആൻഡ് കൺസെപ്റ്റ് ഇൻ ആൻ അണ്ടർസ്റ്റാൻഡബിൾ മാനർ ഫോർ ദോസ് പേഴ്സൺ അറ്റാച്ച്ഡ് വിത്ത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് കൺട്രീസിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ചും ഡിഫറെൻറ്റ് കോപ്പറേറ്റീവ് സെക്ടേഴ്സിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഡാറ്റാസ് അപ്ഡേറ്റ് ചെയ്യാനും ഡിഫറെൻറ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കാനൊക്കെ ഈ കോപ്പറേറ്റീവ് ജേണൽ കൊണ്ട് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ദെൻ വാട്ട് ആർ ദ ജേണൽസ്? ഏതൊക്കെയാണ് ജേണൽസ്? ഇത്രയധികം ജേണൽസ് ഉണ്ട് കോപ്പറേറ്റീവ് സെക്ടറിൽ. ഫസ്റ്റ് വൺ ജേണൽസ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, പിന്നെ അതേപോലെ ജേണൽ ഓഫ് ഇൻ്റർനാഷണൽ കോപ്പറേഷൻ, then International Journal of Cooperative Information System, then Journal of Rural Cooperation, Asia Pacific Journal of Cooperative Education, International Journal of Community and Cooperative Studies, Journal of Economic Cooperation and Development, then Cooperation Journal in Kerala. അപ്പോൾ ഇത്ര അധികം ജേണൽസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. ഫസ്റ്റ് വൺ, ജേണൽ ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ ജേണൽ? ഇത് JCOM will provide the primary forum for the advancement and dissemination of scientific knowledge of cooperative organization and their management. ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള സയൻറ്റിഫിക് നോളജും അതേപോലെ അതിൻ്റെ മാനേജ്മെൻറ്റൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ജേണൽ. ദെൻ ദ ജേണൽ വിൽ ഇൻക്ലൂഡ് അപ് ടു ഡേറ്റ് ഹൈ ക്വാളിറ്റി ആൻഡ് ഒറിജിനൽ കോൺട്രിബ്യൂഷൻ ഒക്കെയാണ് അതിൽ കാണിക്കുന്നത്. റിസർച്ച് പേപ്പേഴ്സ് ഉണ്ടായിരിക്കും, ഡിഫറെൻറ്റ് റിവ്യൂസ് ഉണ്ടായിരിക്കും, സിന്തസിസ് ആസ് വെൽ ആസ് ബുക്ക് ആൻഡ് കോൺഫറൻസ് റിവ്യൂസ് ഉണ്ടായിരിക്കും, ഡിഫറെൻറ്റ് ലെവലിൽ കോൺഫറൻസ് ലെവലിൻ്റെ റിവ്യൂസ്, ദെൻ ഡീലിംഗ് വിത്ത് ക്വസ്റ്റ്യൻ ഓൺ ഹൗ, വൈ ആൻഡ് വെൻ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ and succeed, fail and disappear, and what can be done to influence the outcome എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ജേണലൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ജേണൽസ് പബ്ലിഷ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ആ ഏരിയയിലൊക്കെ ജേണൽസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിലൊക്കെ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് റിസർച്ച് പേപ്പറും റിവ്യൂം കോൺഫറൻസ് റിവ്യൂം ദെൻ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനും അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ജേണൽ പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ ജേണൽ ഓഫ് ഇൻ്റർനാഷണൽ കോപ്പറേഷൻ. The purpose of Journal of International Cooperation JIC is to publish creative and scholarly work in the realm of international cooperation. Submitted manuscripts should have a relationship to international cooperation. അതായത് ഇൻ്റർനാഷണൽ ലെവലിലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ദർ ഈസ് എ ബ്രോഡ് റേഞ്ച് ഓഫ് ടോപ്പിക് ഇൻ ഇൻ്റർനാഷണൽ കോപ്പറേഷൻ. നമ്മുടെ ഒരു നാഷണൽ ലെവലിലല്ലാത്തതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് വൈഡ് റേഞ്ച് ഓഫ് ഏരിയാസാണ് ഇത് കവർ ചെയ്യുന്നത്. ആൻഡ് പബ്ലിക്കേഷൻസും ഉണ്ടായിരിക്കും. JIC ആർ കാറ്റഗറൈസ്ഡ് ഇൻ ടു 5 റിസർച്ച് ഏരിയ. ഈ JIC പബ്ലിഷ് ചെയ്യുന്നത് ഇത്ര റിസർച്ച് ഏരിയ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ്. അഗ്രികൾച്ചറൽ ആൻഡ് ഫിഷറി, ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ്, എഞ്ചിനീയറിംഗ് ആൻഡ് സയൻസ്, പബ്ലിക് ഹെൽത്ത് എന്നുള്ള ഏരിയാസൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജേണൽ ഓൺ ഇൻ്റർനാഷണൽ കോപ്പറേഷൻ. അപ്പോൾ ഇത്തരം ഏരിയാസിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇൻ്റർനാഷണൽ ലെവൽ കോപ്പറേഷൻ ജേണൽസൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. ഇതിനടുത്തത് ഇൻ്റർനാഷണൽ ജേണൽ ഓഫ് കോഓപ്പറേറ്റീവ് ഇൻഫോർമേഷൻ സിസ്റ്റം. ഇതിന് ഇൻ്റർനാഷണൽ ജേണൽ ഓഫ് കോഓപ്പറേറ്റീവ് ഇൻഫോർമേഷൻ സിസ്റ്റം. Information system will involve large number of information system distributed over large complex computer network. Such information system will manage or have access to large amount of information and computing services and will interoperate required. Communication among component system will be done using protocols that range from conventional one to those based on distributed
ഡിസ്ട്രിബ്യൂട്ടഡ് ദാറ്റ് ഈസ് AI. നമ്മുടെ ഇൻ്റർനാഷണൽ ജേണൽ ഓഫ് കോപ്പറേറ്റീവ് ഇൻഫോർമേഷൻ സിസ്റ്റം, നമുക്കറിയാം ഇൻഫോർമേഷൻ സിസ്റ്റം ഡിഫറെൻറ്റ് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത്, ഒരുപാട് ഇൻഫോർമേഷൻസൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഏരിയയിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർനാഷണൽ ജേണൽസ് പബ്ലിഷ് ചെയ്യാറുണ്ട്. ദെൻ എങ്ങനെയൊക്കെയാണിത്, CIS ഡിസൈൻ റിക്വയർമെൻറ്റ്സ് ഫങ്ഷനാലിറ്റി, ദാറ്റ് ഈസ് കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഡിസൈൻ. അതെങ്ങനെയൊക്കെയാണ്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ്, അതിൻ്റെ ഫങ്ഷനാലിറ്റി, ഇംപ്ലിമെൻറ്റേഷൻ, ഡിപ്ലോയ്മെൻറ്റ്, അതേപോലെ അതിൻ്റെ എവല്യൂഷൻ. അതായത് കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ആൻഡ് സിസ്റ്റം എങ്ങനെയാണ് ഒരു ഡിഫറെൻറ്റ് ലെവലിലുള്ള കോപ്പറേറ്റീവ് സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിച്ചുകൊണ്ട് കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന ഫീൽഡിലും ഇൻ്റർനാഷണൽ ലെവലിൽ എന്ത് ചെയ്യാറുണ്ട്, ജേണലൊക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്. Then Journal of Rural Cooperation. The Journal of Rural Cooperation published article, research report and notes dealing with cooperatives and related rural organization in developed and less developed countries. Topics of particular interest were cooperative facing trends of globalization and privatization. The web of cooperative community relationship and cooperatives is part of such broader systems as mainstream economics, economic in transition, social economy, related alternative paradigm. അതേപോലെ നമ്മുടെ റൂറൽ ലെവലിൽ റൂറൽ കോപ്പറേഷനെ കുറിച്ചിട്ട് നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ കോപ്പറേഷൻ എങ്ങനെയാണ്, ദെൻ എന്തൊക്കെയാണ് അഗ്രികൾച്ചറൽ ഫീൽഡിൽ കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ഒരുപാട് ഇക്കണോമിക്സ് ഏരിയയിൽ ഒക്കെ അതിൻ്റെ ഇമ്പോർട്ടൻസ് കാണിച്ചുകൊണ്ടുള്ള റൂറൽ കോപ്പറേഷൻ ജേണലും എന്ത് ചെയ്യാറുണ്ട്, പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ 4 കാറ്റഗറി. ഇനി ബാക്കിയുള്ള കാറ്റഗറീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇതിൻ്റെ നോട്ട്സ് ഞാൻ ടെക്സ്റ്റ് ബുക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ജസ്റ്റ് ഒരു ചെറിയ ബ്രീഫ് നോട്ട് ഉണ്ടാക്കുക.